Hello, welcome back to my channel. See how my skin looks. It's okay. Okay? അയ്യോ, ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര വിശ്വാസം. ഞാൻ ഈയിടെയായിട്ട് കംപ്ലീറ്റ്ലി ഇൻറ്റു സ്പിരിച്വാലിറ്റിയാണ്. അതിൻ്റെ അർത്ഥം സന്യാസം എന്നുള്ളതല്ല. പിന്നെ ഞാൻ സ്പിരിച്വാലിറ്റിയുടെ കാര്യം പറഞ്ഞു തന്നപ്പോഴത്തേക്കും ഈ സ്റ്റോൺ ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കര വൈറലായ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. ട്രൈ ചെയ്യുമെന്നല്ല, ഓൾറെഡി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇറ്റ് റിയലി വർക്ക്സ്. ഭയങ്കരമായിട്ട് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും ടാൻ ഒക്കെ പെട്ടെന്ന് മാറുന്നുണ്ട്. ഇത് ദീപിക പദുക്കോൺ ഷെയർ ചെയ്ത ഒരു മിക്സാണ്, കൂട്ടാണ്. കാരണം ഇടയ്ക്ക് എപ്പോഴോ ദീപിക മാം ഒരു ടാൻ ആയിട്ടുള്ള ഒരു സംഭവം, ടാൻഡോ അങ്ങനെ ആ ടാൻ അടിച്ചൊരു ഫോട്ടോ ഇട്ടിട്ട് പിന്നെ എന്തോ ഷെയർ ചെയ്തൊരു ഇതാണ്, കൂട്ടാണ്. അപ്പം ഇന്ന് ആ ഒരു മാസ്ക് ട്രൈ ചെയ്ത് കാണിക്കാം. ഇറ്റ് റിയലി വർക്ക്സ്. നിങ്ങൾക്ക് ജോലിക്കും സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇപ്പോഴത്തെ വെയിൽ വെറുതെ ഒന്ന് ഇറങ്ങി പുറത്തിറങ്ങിയാൽ മതിയല്ലോ, ടാൻ അടിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ടാൻ മാറും, ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് മാറും, സ്കിൻ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് സാധനങ്ങൾ വേണം, ഞാനത് പറയാം. അതിന് മുമ്പ് ഇന്നലെ ഇട്ട റീലിൻ്റെ താഴെ നീതു എന്ന് പറയുന്ന ഒരു കുട്ടി എന്നിട്ട് ഈ റിങ്ങിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. ആക്ച്വലി ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇടുന്നതാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു ഇൻട്രോ വീഡിയോ എടുത്തു. പക്ഷേ അതിൽ ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര വിശ്വാസം. ഞാൻ ഈയിടെയായിട്ട് കംപ്ലീറ്റ്ലി ഇൻറ്റു സ്പിരിച്വാലിറ്റിയാണ്. അതിൻ്റെ അർത്ഥം സന്യാസം എന്നുള്ളതല്ല, ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മാനിഫെസ്റ്റേഷൻ, നമ്മുടെ മൈൻഡ് പവർ, ഫ്രീക്വൻസി, എനർജീസ് അതിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഇപ്പോൾ അറിയാൻ വേണ്ടി ശ്രമിക്കുകയും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഫേസാണ് എൻ്റെത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും 8 മിനിറ്റ് ആയിപ്പോയി വീഡിയോ. സോ അത്രയും എനിക്ക് ഈ ഒരു കണ്ടന്റിൽ എനിക്ക് അത്രയും അതിനെപ്പറ്റി പറയണ്ടെന്ന് തോന്നി. അപ്പം ഇപ്പം ഞാൻ ഇതിൻ്റെ പറഞ്ഞു നിർത്താം. ഈ ഒരു മൂൺ സ്റ്റോൺ ആണിത്. ഇത് ആക്ച്വലി ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഓവർ തിങ്കറാണ്. ഭയങ്കര ഓവറായിട്ട് തിങ്ക് ചെയ്യും. അത് ആൻസൈറ്റി, സ്ട്രെസ്, പിന്നെ മൈൻഡിൻ്റെ സ്റ്റെബിലിറ്റി, അതൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതൊക്കെ ലൈക്ക് മൈൻഡ് ഒരു കാം ആയിട്ട് വെക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ചന്ദ്രനുമായിട്ട് കണക്റ്റഡ് ആണ് മൂൺ സ്റ്റോൺ. അപ്പം ചന്ദ്രൻ വീക്കായിട്ടുള്ള ആൾക്കാർക്കാണ് ആക്ച്വലി. പിന്നെ ഇറ്റ്സ് എ ഫെമിനൈൻ ജെം. സ്ത്രീകൾക്കാണ് കൂടുതലും ഇത് ഇടുക. കാരണം ഫോർ മെൻസ്ട്രൽ സൈക്കിൾ, പിന്നെ ഫെർട്ടിലിറ്റി, അതിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോണാണിത്. ഇത് രണ്ടുമാണ് മെയിൻ ബെനിഫിറ്റ്സ്. പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാൻ ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഇടാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇത് ആക്ച്വലി ദിസ് ഇസ് നോട്ട് മൈ ബർത്ത് സ്റ്റോൺ. അപ്പം എനിക്ക് തോന്നുന്നു ബർത്ത് സ്റ്റോൺ അല്ലാത്തത് കൊണ്ട് ഇത് എല്ലാവർക്കും ഇടാൻ പറ്റും. എന്നാലും ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടിടുന്നതായിരിക്കും നല്ലത്. ഞാനിത് വാങ്ങിച്ചത് കോട്ടയത്തെ ശിവാസ് ജ്വല്ലറിയിൽ നിന്നാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ നമ്പർ കിട്ടും. അപ്പം നമ്മൾ ജനിച്ച സമയവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി ഇത് എല്ലാവർക്കും ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു മൂൺ സ്റ്റോൺ ആയതുകൊണ്ട് വലിയ ദോഷം വരാൻ സാധ്യതയില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അതൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര, നമുക്ക് എപ്പോഴും തോട്ട്സിൻ്റെ ഒരു വലിയ സുനാമീസ് ആയിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ആ ഒരു അലയൊക്കെ കുറച്ച് കാം അലയാണ്. കുറച്ച് ഞാൻ മൊത്തത്തിലൊന്ന് കാമാണ്. അപ്പം ദിസ് ഇസ് ഇറ്റ്. പിന്നെ ഞാൻ സ്പിരിച്വാലിറ്റിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഈ സ്റ്റോൺ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ 8 to 9 മിനിറ്റ്സ് ആകുന്നത് കൊണ്ട് ഐ സ്റ്റോപ്ഡ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടുതരാം. ബിക്കോസ് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടല്ലോ. പക്ഷേ എങ്ങനെയാണ് അത് എടുക്കുക, അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. ബട്ട് എനിവേ ഐ വിൽ ഡു ഇറ്റ് ഇൻ എ സെപ്പറേറ്റ് വീഡിയോ ഇഫ് യു വാണ്ട്. അപ്പോൾ നമുക്ക് ഈ കണ്ടന്റിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇത് ദീപിക പദുക്കോൺ ആണെന്ന് പറഞ്ഞതുപോലെ ആ ടാനിന് വേണ്ടിയിട്ടൊക്കെ വേറെന്തോ ചിന്തിച്ചു. ഇതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട കടലമാവ്. കടലമാവിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ. ബ്രൈറ്റൻസ് അവർ സ്കിൻ, ഓയിൽ ഒരുപാടുണ്ടെങ്കിൽ അത് മാറ്റും. പിന്നെ നമുക്ക് നല്ല നല്ല ബജികൾ ഉണ്ടാക്കാം. പൊട്ടറ്റോ ബജി, മുളക് ബജി, അങ്ങനെയൊക്കെ പല ബജികളും നമുക്ക് ഇതിലുണ്ടാക്കാം. പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു ചുവന്ന കടല പോലത്തെ സാധനമാണ്. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല.
ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കിയെടുത്തു. അതാകുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളൂ. ഇതാണ് കാണാമോ? താഴെ പോയി. എനിക്കിതിൻ്റെ പേര് അറിഞ്ഞൂടാ. ഇതാണ് ആക്ച്വലി മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് ഞാൻ എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൊടിക്കുമ്പോഴും കടലമാവൊക്കെ പോലെ ഭയങ്കര ഫൈൻ പൗഡർ ആവുന്നില്ല. ഒരു ചെറിയ തരിതരിപ്പുണ്ട്. ലൈക്ക് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എത്ര അരച്ചാലും ഈ ഒരു തരിതരിപ്പ് അവിടെ കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാല്, പിന്നെ 1 സ്പൂൺ തേൻ അവിടെ ഇരിക്കാനായിട്ടില്ല. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ആദ്യം ലെറ്റ്സ് ടേക്ക് സം കടലമാവ്. കടലമാവ്, പിന്നെ റെഡ് കടലപ്പൊടി, കടലയാണെന്ന് തോന്നുന്നു, എന്തോ ഒരു അത് ആവശ്യത്തിന് എടുക്കുക. പിന്നെ കുറച്ച് പാല്, അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹണി. ആക്ച്വലി തേൻ ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് കേട്ടോ സ്കിന്നിന്. ഞാൻ വെറുതെ തേൻ മാത്രം മസാജ് ചെയ്യും സ്കിന്നിൽ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തേൻ, അത് പക്ഷേ കടയിൽ കിട്ടുന്ന തേനൊക്കെ വേറെ കളറാണ്. അതെന്തോ മറ്റേ പഞ്ചസാര ലായനിയാണ് തോന്നുന്നു. ഇത് ഒറിജിനൽ തേനാണ് കേട്ടോ. എനിക്കിവിടെ കൊച്ചശ്ശൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലായിരുന്നല്ലോ. അപ്പം കൊച്ചശ്ശൻ ആരുടെയൊക്കെയോ പരിചയത്തിൽ നല്ല പ്യുവർ ഹണി കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ കുറേ ബോട്ടിൽ എടുത്ത് വെക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, പക്ഷെ കൊറിയർ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ സായിയോട് പറയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ ഞാനിത് അയച്ചു തരാൻ പറ്റുമോ നോക്കാം. ബിക്കോസ് നമ്മൾ അവിടെ നിന്ന് ഒത്തിരി ബോട്ടിൽസ് നമ്മൾ എടുക്കുന്നുണ്ട്, നമുക്ക് കുടിക്കാനാണെങ്കിലും മരുന്ന് കഴിക്കാനാണെങ്കിലും. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് നോക്കുക. എൻ്റെ സ്കിന്നിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് കഴുകി കളയുമ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ ഗ്ലോ ആവും. ഒരു ആൻറ്റിസെപ്റ്റിക്കും കൂടെ അല്ലേ. അപ്പം കുറച്ച് അതുമാത്രമല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേനും ഈ തേനും തമ്മിൽ ഭയങ്കര ടേസ്റ്റിൽ വ്യത്യാസം എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആണ്. അത് ചെറിയ ഡിഫറൻസ് ഒന്നുമല്ല, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഇതിന്റെ ടേസ്റ്റ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് പാലിന് പകരം റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കുക. ആദ്യം നമുക്ക് പാക്കായിട്ട് ഇടണ്ട. ഫസ്റ്റ് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ആ ഒരു റെഡ് കടലയുണ്ടല്ലോ, അത് റെഡ് കടല പൊട്ടുകടലയാണെന്ന് തോന്നുന്നു കേട്ടോ, അത് നന്നായിട്ട് ഒരു സ്ക്രബിങ് തരും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. ലൈറ്റ് കുറവാണോ? അല്ലല്ലോ അല്ലേ, കറണ്ട് ഇല്ല, ഇൻവേർട്ടറിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒരു മിനിറ്റ്, ഞാനൊരു ടർക്കി ഇട്ടോട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ നല്ല ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം. ഇനി ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യാം. ഇനി സാധാരണ പറയും 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് അങ്ങനെയൊക്കെ. അങ്ങനെയല്ല, ഞാൻ വെക്കുന്നത് ഉണങ്ങുന്നത് വരെ. പാക്ക് നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആയിട്ട് പിടിക്കുന്നത് വരെ വെക്കുക. ഞാൻ അങ്ങനെയാണ്, ഏത് പാക്ക് ഇട്ടാലും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കി വന്നത് ഞാൻ കയ്യിലും കൂടെ ജസ്റ്റ് തേച്ചു.
ഫിനിഷ്. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രൈ ആവട്ടെ. ബാക്കിയുള്ളത് കാലിലും കൂടെ ചേർത്തോ. ഇനിയുണ്ടെങ്കിൽ ഫുൾ ബോഡി വേണമെങ്കിൽ ഫുൾ ബോഡി ഇട്ടോ. ഒന്നും ടെൻഷൻ അടിക്കണ്ട, കാരണം കംപ്ലീറ്റ് നല്ല നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. ഇതൊന്ന് ഉണങ്ങട്ടെ. ലെറ്റ്സ് വെയിറ്റ്. അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇവിടെ ഭയങ്കര. ഒരു ക്ലീൻ ടവൽ എടുക്കുക, ഒന്ന് വെറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് തുടച്ചെടുക്കാം. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ലിപ്പ് ഓപ്പൺ ആവുന്നില്ല. പോയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. See how my skin looks. അയ്യോ, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സി, ഇവിടുത്തെ പാടും കുറഞ്ഞു. ആക്ച്വലി അതെനിക്ക് പെട്ടെന്ന് അങ്ങനെ കുറയുന്നതല്ല. വാവ്, സൂപ്പർ. കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതോടുകൂടി നിർത്തല്. പിന്നെ അത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു ഒരു ലെയർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പൊക്കോളും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളും മസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.